സമയമുണ്ടല്ലോ ഏകദേശം ഒരു 3:30-4 മണിയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടാണെന്നറിയോ ഒരുങ്ങി കിട്ടിപ്പോണേ? ഈ കൂടുതൽ സാധനത്തെ കണ്ടില്ലേ, ഇത് എന്നെയും കൊണ്ട് ചൂണ്ടയിടാൻ പറഞ്ഞിട്ട് എന്നെയും കൂട്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ ആദ്യം പോയത് ഞങ്ങൾ പാലത്തിന് മേലെയാണ്. അവിടെ ഭയങ്കര വെയിലാണ്. ഞങ്ങൾ തൂക്കുപാലത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. അവിടെ അടുത്ത് തന്നെ കേട്ടോ, വീടിൻ്റെ കുറച്ചൊരു 1 കിലോമീറ്റർ അടുത്തുള്ളൂ കേട്ടോ തൂക്കുപാലം. അപ്പം ഞങ്ങളിത് അവിടേക്ക് ചെന്നു കേട്ടോ. ഇതിന് മേലെ എത്തുമ്പോഴേക്ക് നല്ല വ്യൂ ആട്ടോ ഇവിടെ. കാരണം എന്താ പറയട്ടെ, നമ്മുടെ വാഴയൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ കുറേ ഒരു ഏകദേശം 2 സെൻറ്റ് സ്ഥലത്തോളം അവർ വാഴ മാത്രം കൃഷി ചെയ്തതും, അതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ തൂക്കുപാലൊക്കെ ആയപ്പോൾ തൂക്കുപാലത്തേക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര കാറ്റ് വീശുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങൂലോ. അപ്പം കയറി നിന്നിട്ട് എനിക്കാണെങ്കിൽ കൈ ഇങ്ങനെ വിറക്കിണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, പതിവില്ലാണ്ട്. കാരണം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവനാണെങ്കിൽ അവിടെ നിന്ന് ചാടുക, ഇത് പിടിച്ച് കുലിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം നിന്ന് അവിടെ ഇങ്ങനെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ലേശം ചിമ്മീനും ചൂണ്ടയൊക്കെ തയ്യാറാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പോക്ക് നോക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊരൊറ്റ മീൻ പോലും കിട്ടിയില്ല കേട്ടോ. ഇനി അവസാനം ഒരു മീൻ കിട്ടിയില്ല എന്താ കാണിച്ചില്ല എന്ന് ചോദിക്കാൻ നിൽക്കരുത്. കുറച്ചേരം അവൻ്റെ കയ്യിൽ നിന്ന് കുപ്പി മേടിച്ച് ഞാൻ നിന്നു. പക്ഷെ ഒരു രക്ഷയില്ല. മീന് തീറ്റ കൊടുക്കാനായിട്ട് ഞങ്ങൾ അതിൻ്റെ മേലെ കയറി ചെന്ന പോലെ കേട്ടോ. കൊണ്ടുവന്ന ചെമ്മീൻ മുഴുവൻ തീർന്നു. കാരണം എന്താ, മീൻ മുഴുവൻ